ഇപ്പോൾ ഇന്നലെ ക്ലബ്ബിൽ വെച്ച് അടിയുണ്ടാക്കിയ എല്ലാവരെയും സാറുമാർ പനിഷ്മെന്റ് എടുക്കും. അങ്ങനെ അതിനുശേഷം ഹൻസുജിന് സൂഹയെ കണ്ടിട്ട് കൂട്ടുകാർ മരിച്ചത് ഇവനോട് വിരോധം ഉണ്ടെങ്കിലും അവന്റെ അമ്മയ്ക്ക് ചെയ്ത സഹായം വലുതാന്ന് പറഞ്ഞ് സൂഹയ്ക്ക് താങ്ക്സ് പറയും. ഇതോടെ അവൻ അടുത്തേക്കൊന്ന് അവന്റെ തോളിങ്ങനെ ചാഞ്ഞടക്കുമ്പോഴാണ് ഇവൻ എന്തോ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഹൻസുജിന് ഒരു സെക്കൻഡ് ഷോക്കായി പോകും. അതിനുശേഷം ഹൻസുജിന് അവിടുന്ന് ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് അതേസമയം ലിംജിങ്ങിനെ കണ്ട ഉടനെ ഇവള് മറ്റു കളിയാക്കുന്നതൊക്കെ അവൻ ഓർമ്മ വരും. അങ്ങനെ അത് അവന് ഇഷ്ടപ്പെട്ടതുണ്ട്, അതൊന്നും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പോഴാണ് അവൾ കളിയാക്കുന്നുണ്ട്. ഇവനെ സന്തോഷപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് ലിംജിങ്ങിനും ഇന്നലെ സൂഹ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവനായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകും. പക്ഷെ അവനാണ് ഒരു ടാക്സി വിളിച്ചിട്ട് അതിൽ കയറി ഇരിക്കുമ്പോഴാണ് ഇവളും ടാക്സി ഒന്നിച്ച് പോകാൻ വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവനും മറക്കാൻ നാളെ പഠിക്കാൻ വരണമെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കും. അതിനുശേഷം അവളും വീട്ടിൽ ചെന്നിട്ട് സൂഹ ഒരുമിച്ച് പഠിക്കാൻ വിളിക്കുവാണ്, അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിരിക്കാൻ വിചാരിക്കുന്നതെന്ന് ഇവള് സന്തോഷത്തി നാളെ കാണാന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അമ്മ അവിടേക്ക് വന്നിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് മോൾ എവിടെ കിടന്നുറങ്ങാൻ പോകുമെന്ന് പറഞ്ഞ് അവളിരുന്ന് പഠിക്കാൻ പറയും. എന്നിട്ട് ഇപ്പം അടുത്ത ദിവസം അവളും സൂഹയോടെ പഠിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവൻ ഉറങ്ങി കിടക്കുന്നുണ്ട്. ഇവൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും പെട്ടെന്ന് കണ്ണുറന്നിട്ട് ഇവരുടെ പരസ്പരം അങ്ങോട്ട് നോക്കി റൊമാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ബാക്കി എല്ലാവരും കൂടെ പഠിക്കാൻ വേണ്ടി വരും. ഇതോടെ സൂഹ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് മര്യാദയ്ക്ക് പഠിക്കാൻ വന്നാൽ പഠിച്ചോണെന്ന് പറഞ്ഞ് അവളെ വെറുതെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരെല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷം സൂഹവും പെട്ടെന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അതേസമയം ആ ലിംജിങ്ങിനെ കിഡ്നാപ്പ് ചെയ്ത് അവനും വീണ്ടും അവിടേക്ക് നിൽക്കും. ഇതോടെ ലിംജിങ് മൊത്തത്തിൽ പേടിച്ചിട്ട് അവന്റെ ഫേസിനകത്ത് സ്പ്രേ അടിക്കുമ്പോഴാണ് ഇതോടെ അവനും കരഞ്ഞോണ്ട് അവൻ സോറ് വയ്ക്കാൻ വേണ്ടി വന്നതെന്ന് പറയും. കൂടാതെ അവൻ ഇനി ലിംജിങ്ങിനെ ശല്യപ്പെടുത്തലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് അതേസമയം അവൻ അവിടെ നിന്ന് സൂഹയായിരിക്കും വന്ന് കാണുന്നത്. കാരണം സൂഹയാണ് ഇതിന്റെ പുറയിലൊക്കെ ഉള്ളത്. ഇവ ലിംജിങ്ങിനെ ഇനി ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവൻ കുറെ പേരെ കൊണ്ട് മറ്റവനെ പേടിപ്പിച്ച് കാണും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് സൂഹയും ഇത് കാരണം ഉറക്കം പോലും വന്നില്ലെന്ന് പറഞ്ഞ് അവന് വീട്ടിലേക്ക് ചെല്ലും. അതിനുശേഷം ലിംജിങ്ങിനും സൂചിനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി അവര് കടയിൽ നിന്ന് ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ലിംജിങ്ങിന് അവളുടെ കൈ കണ്ടിട്ട് അവളുടെ കൈക്ക് എന്താ പറ്റിയും ചോദിക്കും. അപ്പോഴാണ് അവൾ ഇതുവരെ ആരോടും പറയാത്ത അവളുടെ സീക്രറ്റ് അവളോട് പറയും. അതായത് ഇവൾ ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങിക്കാതുകൊണ്ട് അവളുടെ അച്ഛൻ അടിക്കുന്ന കാരണം ഇവളും ദേഷ്യത്തെ അവളുടെ കൈ ഇങ്ങനെ സ്പീഡിൽ കഴുകി അവളുടെ കൈ തന്നെ അവൾ നശിപ്പിച്ച് വെച്ചേക്കുക. അങ്ങനെ ഈ ശീലം അവൾക്ക് മാറ്റണമെന്ന് ലിംജിങ്ങിനോട് പറയുമ്പോഴാണ് എങ്കിൽ പിന്നെ ഇവളൊരു സീക്രറ്റ് പറഞ്ഞെങ്കിൽ അവളുടെ ഒരു സീക്രറ്റ് പറയാന്ന് പറഞ്ഞ് ഇവളുടെ പഴയ സ്കൂളിൽ ഇവളെ പിള്ളേരൊക്കെ റാഗ് ചെയ്ത കാര്യമൊക്കെ അവളോട് പറയും. അതിനുശേഷം ഈ രണ്ട് കാര്യം പുറത്ത് വേറെ ആരും അറിയില്ലെന്ന് പറഞ്ഞ് അവർ തമ്മിൽ സീക്രറ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവർക്കൊരു എക്സാം നടത്തുമ്പോഴാണ് ലിംജിങ്ങിന് പഠിച്ചെന്റെ സ്കൂളിലേക്ക് ചെല്ലുമ്പം ഹൻസുജിന് ഇവളെ കണ്ടിട്ട് ഇന്നെന്ത് എക്സാം വല്ലതാണെന്ന് അവളോട് ചോദിക്കും. അതോടെ അവള് ഷോക്കായിട്ട് എക്സാം ഉള്ള കാര്യം പോലെ അറിയാതെ നീയൊക്കെ എങ്ങനെ പാസ്സാകുമോന്നെന്ന് അവനെ വഴക്ക് പറയുമ്പോഴാണ് ഇവള് പഠിച്ചാലും പരീക്ഷ തോറ്റല്ലേ പോകാമോന്ന് പറഞ്ഞ് ഹൻസുജിനെ അവളെ തിരിച്ചാക്കും. അതിനുശേഷം ഇവരെ പരീക്ഷയും തുടങ്ങുമ്പോഴാണ് ലിംജിങ്ങിന്റെ കൂട്ടുകാരിയും ആൻസർ അറിയാത്ത ക്വസ്റ്റിനൊക്കെ ഓപ്ഷൻ 3 തന്നെ സെലക്ട് ചെയ്യാൻ പറയും. പക്ഷെ ലിംജിങ്ങിനാണ് ധൈര്യത്തിൽ എന്ത് ക്വസ്റ്റിനാണെങ്കിലും ചെയ്തു നോക്കിയിട്ട് എഴുത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൾ കോൺഫിഡൻസ് ആയിട്ട് പരീക്ഷ എഴുതും. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് അവളുടെ കൂട്ടുകാരിയും ഇവരുടെ സ്കൂളിൽ നടക്കുന്ന സീനിയേഴ്സിന്റെ ബേസ്ബോൾ മാച്ച് കാണാൻ പോകണമെന്ന് പറഞ്ഞ് ലിംജിങ്ങിനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലും. അപ്പോഴാണ് അതേസമയം ഇവളിവിടെ വന്ന കാര്യം അറിഞ്ഞ് അവളുടെ ബോയ് ഫ്രണ്ട് സൂഹയും കൂടെ അവിടേക്ക് വന്ന് നിൽക്കും. അതിനുശേഷം അവനും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടേക്കാണോ വന്നതെന്ന് പറഞ്ഞ് അവൻ അവളുടെ കൂടെ ചേർന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ബേസ്ബോൾ മാച്ച് കാണും. അങ്ങനെ സൂഹ വന്നത് ലിംജിങ്ങിന് വേണ്ടിയാ. അങ്ങനെ ഇവെല്ലാം മത്സരം കണ്ട് തിരിച്ച് അവിടെ നിന്ന് പോകുമ്പോഴാണ് സൂഹ അവർ കഴിച്ച സ്നാക്സിന്റെ വേസ്റ്റ് എല്ലാം കളയാൻ വേണ്ടി പോകും. അപ്പോഴാണ് അതേസമയം ആ ബേസ്ബോൾ മാച്ച് കളിച്ച ഒരു പയ്യനും ലിംജിങ്ങിന്റെ കൂട്ടുകാരെ കണ്ട് അടുത്തേക്കാൻ സംസാരിക്കും. കാരണം അവൾക്ക് ഇവനായിട്ട് പരിചയമുണ്ട്. അപ്പോഴാണ് അവന് ലിംജിങ്ങിനെ കണ്ട ഉടനെ അവൻ ഒത്തിരി ഇഷ്ടപ്പെടും. അതോടെ അവളുടെ ഫോൺ നമ്പർ കിട്ടുമെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുമ്പോഴാണ് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവന് ഫോൺ നമ്പർ കൊടുക്കുന്ന പറഞ്ഞ് അവരൊക്കെ വിളിച്ച് കൂയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവൾക്ക് വേറെ വഴിയില്ലാതെ ഇവളുടെ നമ്പർ എടുത്ത് അവന്റെ കൊടുക്കുമ്പോഴാണ് അതേസമയം ഇതെല്ലാം സൂഹയും കണ്ടിട്ട് ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് വരും. അങ്ങനെ അവനും പരിചയമില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ഫോൺ നമ്പർ കൊടുക്കില്ലെന്ന് പറഞ്ഞ് അവളെ കുറെ അഡ്വൈസ് ചെയ്യുമ്പോഴാണ് ഇവനെന്തിനാ ഇപ്പൊ ഇത്രയും ചൂടായെന്ന് പറഞ്ഞ് അവരെല്ലാം കൺഫ്യൂസ് ആയിരിക്കും. അതേസമയം അനിയനും അവന് ഹൻസുജിന്റെ അനിയത്തി ഇഷ്ടപ്പെട്ടതുണ്ട്. നൈസിന് ക്ലാസ് കഴിഞ്ഞ് അവളെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അവളെ മേക്കപ്പ് ഇല്ലാതെ കണ്ടിട്ട് ഇവള് ലിംജിങ്ങിനെ പോലെ തന്നെയാന്ന് വിചാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അനിയൻ ഇവളെ വളച്ചിടാൻ നോക്കുന്നുണ്ട്. അവള് മൈൻഡ് ചെയ്ത് അവിടെ നിന്നും പോകും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവർ എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വരുമ്പോഴാണ് ഹൻസുജിന് ലിംജിങ്ങിന്റെ മാർക്ക് കണ്ടിട്ട് പഠിച്ച് നിനക്ക് തന്നെ എന്നേക്കാളും മാർക്ക് കുറവാണല്ലോ എന്ന് പറഞ്ഞ് അവനും കളിയായിക്കൊണ്ടേ പോകും. അതോടെ ലിംജിങ്ങനും വീട്ടിൽ പോയിന്ന് തീർന്നെന്ന് പറഞ്ഞ് അവൾ അപ്സെറ്റ് ആയിരിക്കുമ്പോഴാണ് അതേസമയം ഇവരുടെ ക്ലാസ്സിലേക്ക് തന്നെ ആ ബേസ്ബോൾ പ്ലെയറും വന്നിട്ട് അവൻ ലിംജിങ്ങിനെ വളച്ചിടാൻ വേണ്ടി നോക്കും. അങ്ങനെ അവനും ഇവര് മത്സരത്തിൽ കളിക്കുന്ന ബോൾ എടുത്ത് അവളുടെ കൊടുത്തിട്ട് ഈ പന്തുണ്ടെങ്കിൽ ഇവരുടെ ഫൈനൽ മാച്ച് നടക്കത്തുള്ളെന്ന് അവളോട് പറയും. ഇതോടെ അവളും എങ്കിൽ പിന്നെ ബോൾ ഇതിന് എന്റെ തന്നെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോഴാണ് തീർച്ചയായും അന്ന് ഫൈനൽ മാച്ച് ഇവൾ വരണം എന്ന് പറഞ്ഞിട്ട് അവന് സാർ അവിടേക്ക് വരുന്നുണ്ട്. നൈസിന് അവിടെ നിന്ന് മുങ്ങും. അതേസമയം ഇതെല്ലാം കണ്ട് ഹൻസുനി ദേഷ്യത്തിരിക്കും. എന്നിട്ട് ഇപ്പൊ ഇവളും ഇവനിങ്ങനെ പുറകെ നടക്കുന്ന ഇഷ്ടപ്പെടാതെ ആ പന്ത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അതേസമയം അവിടേക്ക് അവൾ സൂഹയെ കാണുമ്പം അവൻ വേറൊരു പെങ്കൊച്ചിനോട് അവനോട് ഇഷ്ടമെന്ന് പറഞ്ഞ് മറ്റേ കൊച്ചിന് റിജക്ട് ചെയ്യും. അപ്പോഴാണ് ഇത് കേട്ട് ലിംജിങ് ഷോക്കായി. സൂഹയ്ക്കപ്പോ വേറെ ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ്
പറഞ്ഞ് അവൾ സങ്കടപ്പെട്ടു പോകും. പക്ഷെ അവ ഉദ്ദേശിച്ചത് ഇവളെയാണ്. അങ്ങനെ ഇവളും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവളുടെ അമ്മയാണെ കട്ടക്കലിപ്പിരിക്കും. കാരണം ഇവൾ പരീക്ഷയ്ക്ക് വീണ്ടും മാർക്ക് കുറഞ്ഞുകൊണ്ട് അവളുടെ മേക്കപ്പ് പ്രോഡക്റ്റ് ഒക്കെ എടുത്തു കളഞ്ഞ്. ഈ കാര്യം അറിഞ്ഞ് അവൾ വീണ്ടും വന്ന് അമ്മയോട് ദേഷ്യപ്പെടുമ്പോഴാണ് ഇതോടെ അമ്മയും ദേഷ്യത്തി പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുന്നു പറഞ്ഞുകൊണ്ടല്ല കഴിഞ്ഞ തവണ മേക്കപ്പ് ഒക്കെ വെറുതെ വിട്ടേം ചോദിക്കും. അതോടെ അവളും കരഞ്ഞോണ്ട് അവളുടെ അമ്മയ്ക്ക് വാക്ക് കൊടുത്ത പോലെ അവൾ മാക്സിമം എഫോർട്ട് ഇട്ട് പഠിച്ചാന്ന് അറിയും. പക്ഷെ അമ്മ എന്നിട്ട് മാർക്ക് കുറഞ്ഞുകൊണ്ട് ആ മേക്കപ്പ് ഒക്കെ വേസ്റ്റ് എടുത്ത് കളഞ്ഞെന്ന് അറിയുമ്പോഴാണ് ഇവൾ ആ മേക്കപ്പ് ഇല്ലാതെ ഞാനൊക്കെ എത്ര കഷ്ടപ്പെടുമെന്ന് അറിഞ്ഞ് അവളും പഴയ സ്കൂളിൽ എന്തൊക്കെ സംഭവിച്ചോന്ന് അറിയാമെന്ന് അവളുടെ അമ്മയോട് തർക്കിച്ചിട്ട് അവിടെ നിന്ന് പോകും. ഇതോടെ അമ്മയും ദേഷ്യത്തി പഴയ സ്കൂളിൽ അങ്ങനെ എന്തോ സംഭവിച്ചെന്ന് അറിഞ്ഞ് അവിടെ നിന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അച്ഛനും ഒരേശം അവളെ വല്ലൊരു റാഗ് ചെയ്താണെന്ന് അറിഞ്ഞ് അമ്മയെ സമാധാനപ്പെടാൻ പറയും. കാരണം അവൾ സ്കൂളിൽ അനുഭവിച്ചൊന്നും ഇവർക്കാർക്കും അറിയത്തില്ല. അങ്ങനെ ഇവളും കരഞ്ഞോണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് അതേസമയം ഇവളെ കാണാൻ വേണ്ടി സൂഹ അവിടേക്ക് വന്ന് കാണും. അങ്ങനെ അവനും ഇവൾ വേസ്റ്റ് ഒക്കെ തപ്പിയെടുക്കുന്നുണ്ട്. എന്തോ പ്രശ്നം എന്ന് അവളോട് ചോദിച്ച് അവളെ സമാധാനപ്പെടുത്താൻ വേണ്ടി ആ ബുക്ക് കടയിലേക്ക് വിളിച്ചോണ്ട് പോകും. അങ്ങനെ അവനും കുറച്ച് നൂഡിൽസ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവൾ സമാധാനത്തെയാകും. അതിനുശേഷം അവൻ അവളെ സുരക്ഷയായിട്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇവന്റെ കൂട്ടുകാരനും സൂഹ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. ലിംജിങ്ങിന് എങ്ങനെയാ സെറ്റാക്കുന്നതെന്ന് അവൻ കുറെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുത്താണ്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവന് ലിംജിങ്ങിന് വേണ്ടി വാങ്ങിച്ച ഒരു ഹെയർ ക്ലിപ്പ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇത് കണ്ട് അവൾ ശരിയായിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലും. അതിനുശേഷം അടുത്ത ദിവസം സൂഹോ പുറത്തൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പോഴാണ് അവൾ വരുന്നവരെ എങ്ങനെ ഒരു പെങ്കൊച്ചിന് ഇംപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞ് സൂഹോ ഗൂഗിളിലൊക്കെ അടിച്ചു പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഇവിടെ സൂചിന് വിഷമിച്ചിരുന്നുണ്ട്. ഇവൻ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് അവളുടെ പുറകെ ചെല്ലും. അപ്പോഴാണ് അതേസമയം അവിടേക്ക് ലിംജിങ്ങിന് വന്നിട്ട് സൂഹോ അവളുടെ പുറകെ പോകുന്നുണ്ട്. ഇവനും കൂടെ ചെല്ലും. അപ്പോഴാണ് ഇവള് കാണുമ്പം സൂചിനും കരഞ്ഞോണ്ട് അവനിങ്ങനെ ഹഗ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ട് അവൾ തെറ്റിയിരിക്കും. അന്ന് സൂഹോ സ്കൂളിൽ വെച്ച് വേറൊരു പെങ്കൊച്ചിന് ഇഷ്ടമെന്ന് പറഞ്ഞത് ഇവളാന്ന് പറഞ്ഞ്. പക്ഷെ ഇവിടെ എന്തോ നടക്കുന്ന വെച്ചാൽ സൂചി വീണ്ടും മാർക്ക് കുറഞ്ഞു വാങ്ങിച്ചോണ്ട് അവളുടെ അച്ഛൻ വീണ്ടും അവളെ ഉപദ്രവിച്ചാണ്. അങ്ങനെ അതുകൊണ്ടാണ് അവളിപ്പോ കരഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കാര്യം തെറ്റാക്കി എടുത്തിട്ട് ലിംജിങ്ങിന് അപ്പ തൊട്ട് സൂഹയെ മൈൻഡ് ചെയ്ത കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. പക്ഷെ അവനാണെ പാവം അവളുടെ അടുത്തിരിക്കാൻ വേണ്ടി സീറ്റൊക്കെ പിടിച്ചിരുന്ന. അങ്ങനെ ക്ലാസ് കഴിഞ്ഞെങ്കിലും അവളോട് മിണ്ടാന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അവൾ അതിനുമ്പേ തന്നെ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇപ്പൊ നമ്മളെ സാറിനെയാണ് കാണിക്കുന്നത്. അന്ന് നടന്ന കിസ്സോടെ ഇവരണ്ടും കൂടെ സെറ്റായി. അങ്ങനെ സാറുമായിട്ട് ചേച്ചിയും ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി ഇപ്പൊ സാറിന്റെ വീടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറയും. ഇതോടെ അടുത്ത സെക്കൻഡിന് സാറും ചേച്ചിയെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ചേച്ചിയാണ് മെസ്സേജിന് റിപ്ലൈ തരാത്തെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് തന്നെ സാറ് കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് നീ ഇവിടെ വന്ന് തെറ്റായി പോയെന്ന് പറഞ്ഞ് വീണ്ടും ഇവരണ്ടും റൊമാൻസ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഹൻസുജിന് അവന്റെ അനിയത്തിക്ക് മേക്കപ്പ് കാണിക്കണം എന്ന് പറഞ്ഞ് ലിംജിങ്ങിനെ സഹായത്തിന് വിളിച്ചേക്കും. അതേസമയം ഇവളെ കാണാൻ വേണ്ടി സൂഹയും ആ കഥ ബുക്ക് വായിക്കുന്ന കടയിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവൾ ഹൻസുജിന്റെ കൂടെ പുറത്തുപോയ കാര്യം അറിയുന്നത്. അതോടെ അവൻ അപ്പ തന്നെ ഇവളെ കാണാൻ വേണ്ടി അവിടേക്ക് ചെല്ലും. അങ്ങനെ ഹൻസുജിനും അവളെ ലിഫ്റ്റ് വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പോഴാണ് സൂഹ അവളെ പോകാൻ സമ്മതിക്കാതെ അവന്റെ കൂടെ വിളിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവളെ പിടിച്ച് ശല്യം ചെയ്യുമ്പോഴാണ് ആ ലിഫ്റ്റ് പെട്ടെന്ന് ക്ലോസ് ആവുമെന്ന് അറിഞ്ഞ ഉടനെ സൂഹ അകത്തേക്ക് ഇറങ്ങി ചെല്ലും. അതോടെ ഹൻസുജിനും ദേഷ്യത്തി ഇവൻ എന്തിനാ ഇപ്പൊ എവിടേക്ക് വന്നേന്ന് ചോദിക്കുമ്പോഴാണ് സൂഹവും അവൻ ലിംജിങ്ങിലൂടെ ഷോപ്പിംഗ് ചെയ്യാൻ വന്നേന്ന് പറയും. അങ്ങനെ അതോടെ അവർ തമ്മിൽ കണ്ണും കണ്ണും അടി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്മാർ ആ ലിഫ്റ്റ് ഇട്ട് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് ആ ലിഫ്റ്റ് മൊത്തം സ്ട്രക്കായി പോകും. അതേസമയം നോക്കി ലിംജിങ്ങിന് ഹൻസുജിന് വാങ്ങിച്ചെന്ന കുറെ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചോണ്ട് അവൾക്ക് ബാത്റൂം പോകാൻ മുട്ടുമ്പോഴാണ് ഇവന്മാർ വഴക്കുണ്ടാക്കുന്നുണ്ട്. അവളും പെട്ടെന്ന് ദേഷ്യത്തിൽ മിണ്ടായിരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഹൻസുജിനും ഈ ലിഫ്റ്റ് സ്ട്രക്ക് ആയതുകൊണ്ട് പേടിച്ചതാണെന്ന് പറഞ്ഞ് അവൻ അവൾ സമാനപ്പെടാൻ പറയുമ്പോഴാണ് അവൾ അതല്ല ഇപ്പൊ ബാത്റൂമിൽ അർജന്റായിട്ട് പോകണമെന്ന് പറയും. അതോടെ സൂഹോ പെട്ടെന്ന് ഇവള് കുടിച്ച ഡ്രിങ്ക്സിന്റെ ബോട്ടിലെടുത്ത് അവളുടെ കൊടുത്ത് ഇത് യൂസ് ചെയ്യാൻ പറയുമ്പോഴാണ് നിനക്ക് നാണില്ലേ എന്ന് പറഞ്ഞ് അവൾ അവനോട് ദേഷ്യപ്പെടും. അതിനുശേഷം ഹൻസുജിനും അവിടുത്തെ സെക്യൂരിറ്റിക്ക് ഇങ്ങനെ വിളിക്കുമ്പോഴാണ് അവര് വന്ന ലിഫ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. അങ്ങനെ അടുത്ത സെക്കൻഡ് തന്നെ ലിംജിങ്ങിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ ഇത് കണ്ട് ഇവന്മാരും കൂടെ ഷോക്കായി നിൽക്കും. അതോടെ അവള് വാഷ്റൂമിൽ ചെന്നിട്ട് ഇന്നെങ്ങനെയാ സൂഹയുടെ കൺമുമ്പിൽ ചെന്ന് പെടുന്നതെന്ന് അറിഞ്ഞ് അവള് നാണം കെട്ട് നൈസിന് അവിടെ നിന്ന് മുങ്ങും. അപ്പോഴാണ് അതേസമയം മറ്റേ ബേസ്ബോൾ പ്ലെയർ ഇവളെ കണ്ടിട്ട് നമ്മൾ തമ്മിൽ വീണ്ടും കാണുവാണ് അത് വിധിയാന്ന് പറഞ്ഞ് ആ വീണ്ടും റൊമാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് അതേസമയം അവിടേക്ക് വരുന്ന ഹൻസുജിനും സൂഹയും കൂടി ഇത് കണ്ടിട്ട് അവന്മാർക്ക് നല്ല ജലസാവും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇതിനേശം എന്തൊക്കെ സമയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ആയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.